ക്രിസ്തുവിൽ വാത്സല്യമുള്ളവരെ, പെസഹാകാലം 2-ാം ഞായറിൽ നാം ശ്രവിക്കുന്ന വചനഭാഗം ലൂക്ക 9-ാം അധ്യായം 28 മുതൽ 36 വരെ വചനങ്ങളാണ്. യേശുവിൻ്റെ രൂപാന്തരീകരണ സംഭവമാണ് ഇവിടെ വിവരിക്കുന്നത്. ലൂക്കാ സുവിശേഷകൻ വിവരിക്കുന്ന രൂപാന്തരീകരണ സംഭവത്തിൻ്റെ ശരിയായ സന്ദേശത്തിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി ഈ വിവരണത്തിലെ ചില പ്രതീകങ്ങൾ വിലയിരുത്തപ്പെടേണ്ടതുണ്ട്. ഒന്ന്, മല. രൂപാന്തരീകരണ സംഭവം അരങ്ങേറുന്ന സ്ഥലം ഒരു മലയാണ്. പക്ഷേ ഇത് ഏത് മലയാണെന്ന് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ചിലർ ഇത് കെസറിയ ഫിലിപ്പിക്ക് സമീപത്തുള്ള ഹെർമോൺ മലയാണെന്നും മറ്റു ചിലർ ഇത് നസ്രത്തിനടുത്തുള്ള താബോർ മലയാണെന്നും അഭിപ്രായപ്പെടുന്നു. എന്നാൽ ഏത് മലയിലാണ് ഇത് സംഭവിക്കുന്നു എന്നതിന് യാതൊരു പ്രസക്തിയുമില്ല. മറിച്ച് മോശ ദൈവത്തെ ദർശിച്ച സീനായി മലയോടും ഏലിയ ദൈവസാന്നിധ്യം അനുഭവിച്ച ഹൊറേബ് മലയോടും സമാന്തരപ്പെടുത്തുവാൻ സുവിശേഷകൻ രൂപാന്തരീകരണ രംഗം ഒരു മലമുകളിൽ ഒരുക്കുന്നതായി വേണം നാം മനസ്സിലാക്കേണ്ടത്. 2, പ്രാർത്ഥന. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യേശുവിൻ്റെ രൂപത്തിന് മാറ്റം വരുന്നതും വസ്ത്രം വെണ്മയോടെ ശോഭിക്കുന്നതും. ലൂക്കായെ സംബന്ധിച്ചിടത്തോളം ദൈവസാന്നിധ്യത്തിന് ചാലകശക്തിയായി വർത്തിക്കുന്നത് പ്രാർത്ഥനയാണ്. യേശുവിൻ്റെ ജീവിതത്തിലെ നിർണായ ഘട്ടങ്ങളിലെല്ലാം ഇത് പ്രകടമാണ്. ജ്ഞാനസ്നാനം, കെസറിയ ഫിലിപ്പിയിലെ പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം, ഇപ്പോഴിതാ രൂപാന്തരീകരണം, പീഡാനുഭവം, മരണം തുടങ്ങിയവ. ദൈവസാന്നിധ്യം അനുഭവിച്ച് മലയിറങ്ങുന്ന മോശയുടെ മുഖശോഭ ഇസ്രായേലിയർക്ക് അത്ഭുതാവഹമായി അനുഭവപ്പെട്ടതുപോലെ ഇവിടെ യേശുവിലുണ്ടായ പ്രാഭവം അവിടുന്ന് അനുഭവിച്ച ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളമാണ്. 3, മോശയും ഏലിയായും. പഴയ നിയമം മുഴുവനും യേശുവിൻ്റെ രൂപാന്തരീകരണ സംഭവത്തിന് സാക്ഷികളാകുന്നുവെന്നതിൻ്റെ സൂചനയാണ് മോശയും ഏലിയായും. പഴയ നിയമത്തെ പൊതുവെ സംഗ്രഹിക്കുന്നത് നിയമവും പ്രവാചകന്മാരും എന്ന് അടയാളപ്പെടുത്തിക്കൊണ്ടാണ്. അപ്രകാരം നിയമത്തിൻ്റെ പ്രതിനിധിയായ മോശയും പ്രവാചകരുടെ പ്രതിനിധിയായ ഏലിയായും യേശുവിൽ തുല്യമായി സമ്മേളിക്കുന്നു. 4, മേഘം. പഴയ നിയമത്തിലുടനീളം ദൈവസാന്നിധ്യത്തെ പ്രകടമാക്കുന്നതും മറയ്ക്കുന്നതും മേഘങ്ങളാണ്. ഉദാഹരണം പുറപ്പാട് പുസ്തകം 16:10. കൂടാതെ മനുഷ്യപുത്രൻ ഇറങ്ങി വരുന്നതും ഡാനിയേൽ 7:13, കയറിപ്പോകുന്നതും അപ്പോസ്തല പ്രവർത്തനം 1:9, ഇനി വരുവാനിരിക്കുന്നതും ലൂക്ക 21:27 മേഘങ്ങളോടൊപ്പമാണ്. ലൂക്ക മേഘമെന്ന പ്രതീകത്തിലൂടെ അർത്ഥമാക്കുന്നത് ഇത് തന്നെയാണ്. ലൂക്കാ സുവിശേഷത്തിലെ രൂപാന്തരീകരണ സംഭവം മർക്കോസ് സുവിശേഷകൻ നൽകുന്ന ക്രമപ്രകാരമാണെങ്കിലും ലൂക്കായുടേത് തികച്ചും സ്വതന്ത്രമായ ഒരു ആവിഷ്കാരമാണ്. ഈ നവീന രചനാ ശൈലി ശ്രോതാക്കൾക്ക് പെട്ടെന്ന് പിടികൊടുക്കാത്തതും എന്നാൽ അവരെ ഉണർത്തുന്നതുമായ ഒരു രീതിയിലാണ് ലൂക്ക നിർവഹിച്ചിരിക്കുന്നത്. ഉദാഹരണമായി, യേശുവിൻ്റെ രൂപാന്തരീകരണം സംഭവിക്കുന്നത് അവിടുന്ന് ഒരു മലമുകളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴാണെന്ന് ലൂക്കാ സുവിശേഷകൻ മാത്രമേ രേഖപ്പെടുത്തുന്നുള്ളൂ. ലൂക്ക ഒരുക്കുന്ന പ്രാർത്ഥനയുടെ പശ്ചാത്തലവും തുടർന്ന് യേശുവിൽ പ്രകടമാകുന്ന പ്രാഭവവും ശ്രോതാക്കളെ ഒരു ഉണർവിലേക്ക് നയിക്കുന്നു. ഇതോടൊപ്പം തെരഞ്ഞെടുക്കപ്പെട്ടവൻ എന്ന ഒരു പുതിയ നാമധേയം യേശുവിന് ലൂക്ക മാത്രം നൽകുന്നത് വഴി അവിടുത്തെ വ്യക്തിത്വം തൻ്റെ ശ്രോതാക്കളുടെ ഗ്രാഹ്യത്തിന്
എളുപ്പം വഴങ്ങുന്നതല്ല എന്ന സൂചന നൽകുകയാണ്. കാരണം യേശുവിൻ്റെ അനന്യമായ വ്യക്തിത്വത്തെ സുവിശേഷകൻ വ്യക്തമാക്കാൻ ശ്രമിക്കുകയാണിവിടെ. യേശു ആരാണെന്ന ചോദ്യത്തിന് പത്രോസ് ഒരു ഉത്തരം നൽകുന്നുണ്ട്: നീ ദൈവത്തിൻ്റെ ക്രിസ്തു. എന്നാൽ ലൂക്ക ഇവിടെ യേശു ക്രിസ്തുവാണെന്നതിനോട് അവിടുന്ന് ദൈവത്തിൻ്റെ പുത്രനും ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണെന്നും കൂടി കൂട്ടിച്ചേർക്കുന്നു. പ്രസ്തുത പ്രഖ്യാപനത്തിലൂടെ യേശു ക്രിസ്തുവിലും ഉപരിയായി മാറുന്നു. തുടർന്ന് ഒരു സ്വപ്നത്തിലെന്നോണം മറ്റെല്ലാം അപ്രത്യക്ഷമാകുകയും യേശു മാത്രം മലയിൽ നിലകൊള്ളുകയും ചെയ്യുന്നത് യേശുവിൻ്റെ അനന്യമായ വ്യക്തിത്വത്തിൻ്റെ മറ്റൊരു സൂചന കൂടിയാണ്. മോശയും ഏലിയായും അപ്രസക്തരാകുകയും ഇനി ശ്രവിക്കേണ്ടത് യേശുവിനെ മാത്രമാണെന്ന് അവൻ്റെ വാക്ക് കേൾക്കുവിൻ എന്ന പ്രസ്താവനയിലൂടെ ഇവിടെ വ്യക്തമാക്കപ്പെടുകയാണ്. മറ്റൊരു പ്രവാചകന്റെയും പുനർജനനിയല്ല യേശു എന്നും അവിടുന്ന് ദൈവത്തിൻ്റെ ക്രിസ്തുവും പുത്രനും തെരഞ്ഞെടുക്കപ്പെട്ടവനുമാണെന്ന അനന്യമായ ഒരു വ്യക്തിത്വമാണെന്നും ഈ സംഭവത്തിലൂടെ സുവിശേഷകൻ കണ്ടെത്തുന്നു. രൂപാന്തരീകരണ സംഭവത്തിലൂടെ യേശുവിൻ്റെ അനന്യതയെ വ്യക്തമാക്കുന്നതോടൊപ്പം ലൂക്കാസുവിശേഷകൻ യേശുവിൻ്റെ ജ്ഞാനസ്നാന രംഗവും ഇതുമായി സംയോജിപ്പിക്കുന്നുണ്ട്. രണ്ട് രംഗങ്ങളിലും യേശു ദൈവത്തിൻ്റെ പുത്രൻ എന്ന അവകാശവാദം മുഴങ്ങുന്നുണ്ട്. നീ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ എൻ്റെ പുത്രൻ. ജ്ഞാനസ്നാന സംഭവത്തിലെ പുത്രൻ എന്ന സംബോധന യേശുവിൻ്റെ ഗലീലി ശുശ്രൂഷയുടെ ആരംഭം കുറിക്കുകയാണ്. അപ്രകാരം രൂപാന്തരീകരണ സംഭവത്തിലെ പുത്രൻ എന്ന സംബോധന യേശുവിൻ്റെ പീഡാനുഭവ രംഗങ്ങൾക്ക് അല്ലെങ്കിൽ സംഭവങ്ങൾക്ക് വഴിയൊരുക്കുന്നു. കാരണം വളരെ ചാരുതയാർന്ന രൂപാന്തരീകരണ സംഭവം യേശുവിനെ മുന്നോട്ട് നയിക്കുന്നത് അവിടുത്തെ വിധി നിർണയിക്കുന്ന ജെറൂസലേം നഗരത്തിലേക്കാണ്. അവിടെ യേശുവിനെ കാത്തിരിക്കുന്നത് തൻ്റെ കടന്നു പോകലിൻ്റെ പൂർത്തീകരണമാണ്. എന്നിരുന്നാലും പീഡാനുഭവം, മരണം എന്നിവയ്ക്കു ശേഷം മഹത്വമാർന്ന ഉദ്ധാനവും സ്വർഗാരോഹണവും ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് ലൂക്ക ഈ സംഭവത്തിലൂടെ ക്രിസ്തു സ്നേഹികൾക്ക് നൽകുന്നു. മലമുകളിൽ യേശുവിനുണ്ടായ പ്രാഭവം ഉദ്ധാനത്തിൻ്റെയും സ്വർഗാരോഹണത്തിൻ്റെയും മുന്നാസ്വാദനമാണ്. യേശു ക്രിസ്തുവും പുത്രനും തിരഞ്ഞെടുക്കപ്പെട്ടവനും ആയിരിക്കുമ്പോൾ അവിടുന്ന് സഹിക്കുന്നവനും മരിക്കുന്നവനും അതോടൊപ്പം മഹത്വത്തെ ആയിരിക്കുന്നവനുമാണ്. പ്രിയമുള്ളവരെ, ദൈവാനുഭവം പ്രത്യേകമായി തേടുവാൻ സഹായിക്കുന്ന ഒരു സമയമാണ് നോമ്പുകാലം. അനുദിന ജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് ദൈവസ്വരം കേൾക്കുന്ന ഇടങ്ങൾ കണ്ടെത്തുവാനും, അതായത് മലമുകൾ അനുഭവം കണ്ടെത്തുവാനും ദൈവത്തോടൊപ്പം വസിക്കുവാനും ഉപവാസത്തിലൂടെ അത് സാധിക്കും. ദൈവ ചൈതന്യം ഏറ്റുവാങ്ങുവാനും പ്രാർത്ഥനയിലൂടെ അതിന് നമുക്ക് കഴിയും. നമുക്ക് ഇവയൊക്കെ സാധ്യമായാൽ നമ്മുടെ രൂപത്തിനും ഭാവത്തിനും തേജസ് കൈവരും. നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവവചനം തുളച്ചു കയറുവാൻ നോമ്പുകാലം നമ്മെ ക്ഷണിക്കുന്നു. അങ്ങനെ നാം ആരാണ്, നമ്മൾ എവിടെ നിന്ന് വരുന്നു, നാം എവിടേക്ക് പോകണം, ജീവിതത്തിൽ ഏത് പാത നാം സ്വീകരിക്കണം എന്നിങ്ങനെയുള്ള അടിസ്ഥാന സത്യങ്ങൾ അറിയാൻ നാം പ്രേരിതരാകും. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.